ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് പഴയകാലൊരു മിഠായി ആയിട്ടുള്ള പുളിമിഠായിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഒരുപാട് പേരുടെ ഒരു നൊസ്റ്റാൾജിക് ഐറ്റം കൂടിയാണ് കേട്ടോ. പണ്ട് നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ചില്ല് ഭരണികളിലൊക്കെ കടകളിൽ വെച്ചിരുന്ന ഒരു മിഠായിയും കൂടിയാണ്. നല്ല ടേസ്റ്റാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ. ഇപ്പോൾ ഇതിൻ്റെ ചെറിയ ടൈപ്പിലുള്ളതും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാമോളം പുളിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ പകുതിയാക്കിയിട്ട് എടുത്താലും മതി. ഇത് കുറച്ചധികം ഉണ്ട്. അപ്പോൾ 200 ഗ്രാം എടുക്കുമ്പോൾ നമ്മൾ ഏത് ടൈപ്പിലുള്ള പുളി എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള ക്ലീൻ ആക്കിയിട്ടുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത്ര ഡാർക്ക് അല്ലാത്ത ലൈറ്റ് കളറായിട്ടുള്ളതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഏത് പുളി എടുത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്ക് പുളി ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു പുളി അങ്ങ് ഇട്ട് കൊടുക്കുകയാണേ. ഇനി നമുക്കതിലേക്ക് 1 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ പച്ചവെള്ളം എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് ആയി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കുതിർന്നിട്ട് കിട്ടും. ഇനി അതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റോളം വെച്ചാൽ മതി. അപ്പോഴേക്കിനെ നന്നായിട്ട് കുതിർന്ന് വരട്ടെ. നമുക്ക് ആ പൾപ്പ് മാത്രമാക്കിയിട്ട് എടുക്കാനാണ്. ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് പുളി ഇതിൽ നിന്ന് ഈ പൾപ്പ് മാത്രമാക്കിയിട്ടൊന്ന് എടുക്കണേ. ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ വെക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പുളി കണ്ടില്ലേ, നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്തിട്ട് അങ്ങ് എടുക്കുക കേട്ടോ നല്ലത്. ഞാൻ ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞൊരണ്ടി കൊടുത്തിട്ട് ആ പൾപ്പ് മാത്രമാക്കിയിട്ട് അങ്ങ് എടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഞൊരണ്ടി അതിൻ്റെ ആ ഒരു കാമ്പ് മൊത്തം നമുക്ക് ആ ഒരു വെള്ളത്തിലോട്ട് ആക്കിയെടുക്കാം. നല്ലപോലെ ആക്കിയെടുക്കണേ. ഇപ്പോൾ ഇതാ ഞാൻ പൾപ്പ് മാത്രമാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പൾപ്പ്. ഇനി നമ്മളിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഫസ്റ്റ് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് ഒന്ന് മെൽറ്റാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ 250 ഗ്രാം ശർക്കര കേട്ടോ എടുത്തിട്ടുള്ള. 200 ഗ്രാം പുളിക്ക് 250 ഗ്രാം ശർക്കര. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് എടുത്താലേ നമുക്ക് ഈ ഒരു മധുരം ഇതിലും ബാലൻസ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പുളി കൂടുതലായിട്ട് വരും. ഇനി നമുക്ക് കമ്മിയായി തോന്നുകയെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റിലും വേണമെന്നുണ്ടെങ്കിൽ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് കണ്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കണേ. അപ്പോൾ അത് ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഉണ്ടല്ലോ, ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി വേസ്റ്റൊക്കെ ഉള്ള ശർക്കര എന്നുണ്ടെങ്കിൽ നമ്മളിത് ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം യൂസ് ചെയ്യാൻ. ഇതിപ്പോൾ വേസ്റ്റൊന്നും ഇല്ലാത്ത ഞാൻ നോർമലി എപ്പോഴും യൂസ് ചെയ്യുന്ന ശർക്കര ആയതുകൊണ്ട് ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് യൂസ് ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഒരു പുളിയുടെ പൾപ്പ് അങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് കുറുക്കിയിട്ട് വേണം എടുക്കാൻ. കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നമുക്കിത് കുറുക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഫ്ലെയിം കൂട്ടിയിട്ടാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിതുപോലെ മിക്സ് ചെയ്തുകൊണ്ട് ഇരുന്നാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് അങ്ങനെ കുറുക്കിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഫ്ലെയിം കൂട്ടിയിട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്കിത് അടച്ച് വെക്കേണ്ടി വരും. എന്താ വെച്ചാൽ അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ തെറിച്ച് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ അതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ അതങ്ങനെ ഏകദേശം ഇങ്ങനെ കുറുകി വരാനായി തുടങ്ങുന്ന ടൈമിൽ ഇതിങ്ങനെ വെള്ളത്തിൻ്റെ അംശം ഇങ്ങനെ പുറത്തോട്ട് തെറിച്ച് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അത് തിളക്കുന്നതോട് കൂടിയിട്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സ്റ്റൗവിൽ ചുറ്റും അതിങ്ങനെ വൃത്തികേടായി കിടക്കും. അപ്പോൾ അത് ക്ലീൻ ചെയ്യേണ്ട കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ ലിഡ്, അതിൻ്റെ ആ ഒരു നമ്മൾ ഏതാണോ പാത്രം യൂസ് ചെയ്യുന്നത് അതിൻ്റെ ലിഡ് വെച്ചിട്ട് ഇതുപോലെ അടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒട്ടും വരില്ല കേട്ടോ. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് അടിച്ച് വെച്ചാൽ മതിയേ. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കാനും കൂടെ മറക്കരുതേ. ഇപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ കുറുകി വരാറായിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ കുറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തെറിക്കണ അനുസരിച്ചിട്ട് നമുക്ക് എത്രത്തോളം അതിൽ വെള്ളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും. പക്ഷേ ഇത് ഏകദേശം ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്.
ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ എരിവിന് ആവശ്യമായിട്ട് ഞാൻ 1 ടീസ്പൂണോളം മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്നും കൂടെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 5 മിനിറ്റോളം കൂടി ഒന്ന് കുറുക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കന്നെ സെറ്റായി വരും. നമ്മൾ ഫസ്റ്റിൽ തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ അതിങ്ങനെ തിക്കായി വരുന്നതോട് കൂടിയിട്ട് ചിലപ്പോൾ കരിഞ്ഞു പോകാനും അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറിലൊക്കെ മാറ്റം വരാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ലാസ്റ്റിൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ഒന്നും കൂടെ ഒരു 5 മിനിറ്റോളം ഒന്നും കൂടെ കുറുക്കിയെടുക്കാം. ഇപ്പോൾ അതാ ഏകദേശം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വരാൻ തുടങ്ങുന്ന ടൈമിൽ വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ കേട്ടോ. കണ്ടില്ല, ഇതുപോലെ വിട്ട് വരാൻ തുടങ്ങും. ഒട്ടും ഇങ്ങനെ വെള്ളമില്ലാണ്ട് നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതിന്നിപ്പോൾ നമ്മൾ ആ ഒരു തവിയിൽ നിന്നൊന്നും അങ്ങനെ വീണ് പോകുന്നൊന്നുമില്ല. ഇതുപോലെ നമുക്ക് കിട്ടും കേട്ടോ. ഇത്രയ്ക്ക് തിക്കായിട്ട് വേണം നമുക്ക് കിട്ടാൻ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് പുറത്ത് വെക്കാം കേട്ടോ. ഇനി നമ്മളിത് പുറത്ത് വെച്ചാൽ ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ കേട്ടോ, ചൂട് പോകാൻ നിൽക്കരുത്. ആ ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ആ ഒരു ടേസ്റ്റ് ഇതിൽ മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടുള്ളൂ. ആ ഒരു മധുരത്തിൻ്റെ ഫ്ലേവറും കൂടെ, ആ ഒരു പഞ്ചസാരയുടെ ഫ്ലേവറും കൂടെ വരുമ്പോഴാട്ടോ നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. എന്നിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് തണുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഇതുപോലെ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിങ്ങനെ അത് കുറച്ച് കഴിയുമ്പോൾ നമ്മളതിങ്ങനെ ഉരുട്ടിയെടുക്കുന്ന ടൈമിലും നമുക്ക് ആ ഒരു പഞ്ചസാര അതിലിങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിക്ക് വേണം കേട്ടോ. ഫുള്ള് ആ മുഴുവൻ ചൂടോട് കൂടിയിട്ടല്ല, നമ്മൾ സ്റ്റൗവിൽ നിന്ന് ഇറക്കിയ ഒരു ചൂടോട് കൂടിയിട്ടല്ല, ഒന്ന് ജസ്റ്റ് നനഞ്ഞ ശേഷം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഉണ്ടല്ലേ, അപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് ഫുള്ളായിട്ട് തണുത്ത് വരട്ടെ കേട്ടോ. അതിന് ശേഷം നമ്മളിത് എങ്ങനെയാണ് ഒരു ഉരുട്ടി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ അതായത് ഫുള്ളായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് ഇതുപോലെ ഇതാ കണ്ടില്ല, നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു തിക്നെസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വന്നാലേ നമുക്ക് ഉരുട്ടിയെടുക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. ഇനി കയ്യിൽ ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ അങ്ങനെ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അതിന് ശേഷം ഇതിൽ നിന്ന് ഇതുപോലെ അങ്ങ് എടുത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. നമുക്ക് ആ ഒരു കറക്റ്റ് പരുവാകുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ ഇവിടെ ചെയ്തെടുക്കുന്നത് എന്താ വെച്ചാൽ റാപ്പില്ലേ, നമ്മളിതുപോലത്തെ റാപ്പർ വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ ഫുഡൊക്കെ കവർ ചെയ്യാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഇതുപോലെ ഒരു പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അതിലേക്ക് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. നമ്മൾ ആ ഉരുട്ടി എടുത്തിട്ടുള്ള ആ ഒരു പുളി ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്നങ്ങ് മടക്കി കൊടുക്കുക. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇതുപോലെ അങ്ങ് മടക്കിയിട്ട് ഇതുപോലെ അങ്ങ് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് 2 സൈഡും ഇതുപോലെ ഒന്നങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇതുപോലെ ഒന്നങ്ങ് ചുറ്റിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുളിമുട്ടായി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ റാപ്പ് ചെയ്തെടുക്കണം തൊട്ട് നിർബന്ധമില്ല കേട്ടോ. അല്ലാണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഉരുട്ടിയിട്ട് ഒരു പുളി നമ്മൾ പഞ്ചസാരയിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്കി എടുക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറം ഭാഗത്ത് ഇങ്ങനെ പഞ്ചസാരയുടെ തരി ഉണ്ടാവും. അങ്ങനെയും വേണം ആക്കിയെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്കിങ്ങനെ മിഠായിയുടെ രൂപത്തിലാണ് വേണ്ടത് വെച്ചാൽ ഇങ്ങനെ ആക്കിയെടുക്കട്ടെ. ഏത് രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം. ഞാൻ ഓരോന്നായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പുളിമിഠായിയുടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.